ഹലോ ഗൈസ്, ഹലോ കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ കേരള ബ്രദേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നാണെങ്കിൽ നമ്മുടെ വലിയഴിക്കൽ പാലത്തിൻ്റെ താഴെ ഇരിക്കുക കേട്ടോ. ഇവിടെ വരുന്ന ബോട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒന്നുമല്ല, അതുകൊണ്ടാണ് കാണാൻ വീണ്ടും വന്നത്. അപ്പോൾ നമ്മൾ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ്. സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നതാണ്. സംഗതി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഷോർട്ട് ഫിലിം നമ്മൾ ലഹരിയുടെ ഒരു അവയർനെസ് പോലെ നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കാണെങ്കിൽ 100,000 വ്യൂവേഴ്സ് കഴിഞ്ഞു. കഴിഞ്ഞിട്ട് അതായത് 114 അതിൽ കൂടുതലായിട്ടുണ്ട്. 1,00,000 ഏകദേശം 25 പേരോളം, 1,25,000 പേരോളം 125K എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ആ വീഡിയോക്ക് അത്രയും പ്രതീക്ഷിച്ചില്ല, അത്രയും ഒരു എന്തോന്ന് വരുന്നു. പക്ഷെ അത്യാവശ്യം കാരണം ആദ്യമേ നമ്മൾ ഇട്ട സ്റ്റാർട്ടിങ്ങിൽ ആ വീഡിയോക്ക് അധികം കേട്ടില്ല. പക്ഷെ പിന്നീടാണ് അത് കയറി വരാൻ തുടങ്ങിയത്. എന്നാൽ ഒരാഴ്ച ആയിട്ടില്ല ആ വീഡിയോ ഇട്ടിട്ട്. ഒരാഴ്ച ആയില്ല വീഡിയോ ഇട്ടിട്ട്. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, അത് അങ്ങനെ കയറി വന്നത്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട്, നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹം എല്ലാം ഉണ്ടായിട്ടാണ് കേട്ടോ. ഒരുപാട് സന്തോഷം. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കയറ്റമായിപ്പോയി ആ വീഡിയോയ്ക്ക്. ഒത്തിരി സന്തോഷം. പിന്നെ മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ സന്തോഷം മാത്രം പങ്കുവയ്ക്കാനായിട്ട് വന്നില്ല. മെയിനായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളതൊരു അവയർനെസ് വീഡിയോ ആണ്. അതായത് ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം നഷ്ടപ്പെടും, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ നമുക്ക് നഷ്ടപ്പെടും, നമ്മുടെ ചുറ്റുപാടുമുള്ള നമുക്കുള്ള പേര് നഷ്ടപ്പെടും. ഇതെല്ലാം നമ്മളാണെങ്കിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ ഒരു ഷോർട്ട് ഫിലിം നമ്മൾ ഇറക്കിയത്. പൊതുവെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം, അതിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുത്ത് ഞങ്ങളുടെ രീതിയിലുള്ള ഒരു നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളൊരു ചെറിയ കുട്ടി കഥ എഴുതി, നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അഭിനയിച്ചു. അങ്ങനെ നമ്മൾ എഴുതിയതാണ്. എന്തോ ഒരു മീനെ പിടിച്ചോണ്ട് പോയി നോക്കിയേ. പരുന്നാവുമ്പോ മീനെ പിടിക്കും, പിന്നെ എന്തോത്തിനൊക്കെ ഇവിടെ ശ്രദ്ധിക്കും. അവനങ്ങ് പോയി. അല്ല, വലിയൊരു മീന, ഒരു നീളമുള്ള മീൻ. അതുകൊണ്ട് പൊക്കി നീ അങ്ങോട്ട് ചാടി പിടിച്ചോണ്ട് പോവാ, ഞാൻ അവിടെ കൊണ്ടിട്ട് പിടിക്കുകയാണെങ്കിൽ ഞാൻ കൊണ്ടേ വിൽക്കാം. അങ്ങനെ നീ ഉണ്ടാക്കണ്ട. അപ്പൊ നമുക്ക് മാറ്ററിലേക്ക് വരാം. മീൻ നോക്കാൻ പോയി. സംഗതി എന്ന് വെച്ചാല് നമ്മളൊരു അവയർനെസ് വീഡിയോ ആയിട്ടാണ് ഇട്ടത്. അപ്പോൾ സംഗതി അത് കാണുന്ന ആൾക്കാർക്ക്, എനിക്ക് തോന്നുന്നു അത്യാവശ്യം മൂളമുള്ളവർക്കെല്ലാം ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് അനുഭവം. സ്വാഭാവികമായിട്ട് സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം അവരത് അവരുടെ രീതിയിൽ അവതരിപ്പിച്ച് അങ്ങനെയുള്ളൊരുന്നോ നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ. പലരും ചിലർ പക്ഷെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് മനസ്സിലാവാത്ത വെച്ചാൽ, ഞങ്ങളുടെ ഷോർട്ട് ഫിലിം വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായത് സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാണല്ലോ എന്ന്. അത് ഭൂരിഭാഗം ആളുകളും കേട്ടോ മനസ്സിലാകാത്ത കാര്യമാണ് കൂടെ ഞങ്ങൾ ഈ പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ ഈ സിനിമയിൽ തന്നെ കൊല്ലും കൊലയുണ്ട്, മദ്യപിക്കുന്ന സീനുകൾ കാണിക്കാറുണ്ട്, എല്ലാം കാണിക്കാറുണ്ട്. മെയിനായിട്ട് ഞാൻ ഒരു കാര്യം പറയാം, നായകന്മാർ അതായത് നമ്മുടെ ലീഡ് റോൾ ചെയ്യുന്ന നായകന്മാരൊക്കെ ആണെങ്കിൽ വെള്ളം അടിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു, എക്സ്ട്രാ അഫെയർ വെക്കുന്ന സീനുകളുണ്ട് ഒരുപാട്. ഇങ്ങനെ കൊല്ലുന്ന സീനാണ് ക്ലൈമാക്സ് കൊല്ലുന്ന സീൻ. അത് അനുകരിക്കുകയാണോ വേണ്ടത്? അപ്പം ഇത് ലൈഫിൽ നമ്മൾ അനുകരിക്കുകയാണോ ചെയ്യുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നായകന്മാരെ, അതായത് നമ്മുടെ സൂപ്പർ ഹീറോസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അനുകരിക്കാറുള്ളത്. ഇപ്പം ഞങ്ങൾക്കൊക്കെ എന്ന് വെച്ചാൽ ഇൻസ്പയർ ആയിട്ടുള്ള ഒരുപാട് നടന്മാരുണ്ട്. എനിക്കൊക്കെ ഇൻസ്പയർ ആയിട്ടുള്ള ഒരുപാട് നല്ല നല്ല നടന്മാരുണ്ട്. അപ്പോൾ നമ്മളത് കാണുമ്പം അത് ആ ഒരു സിനിമയുടെ പാർട്ടാണ്, അത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ മാറണം. എക്സ്ട്രാ അതിൻ്റെ താഴെ എഴുതി കാണിക്കുന്നുണ്ട്, ഇതെല്ലാം നമ്മുടെ ഹെൽത്തിന് ഇഞ്ചുറീസ് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെക്കുന്നത് മാത്രമല്ല, അത് കാണുമ്പോൾ അറിയാലോ, സ്വാഭാവികമായിട്ട് തലയ്ക്ക് മൂളയുള്ളവർക്ക് അറിയാം അത് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. നമ്മുടെ ഷോർട്ട് ഫിലിമിൽ നമ്മൾ അത്രയും നമ്മുടെ ഷോർട്ട് ഫിലിമിൽ അത് കൊണ്ടുവരേണ്ടി വരുന്നോന്നാണ് നമ്മൾ മാക്സിമം അത് പുറത്തോട്ട് കാണിക്കാത്ത രീതിയിലൊക്കെയാണ് അത് കാണിച്ചത്. കാരണം വെച്ചാൽ അതിൽ എന്താണെന്നൊന്നും ഓപ്പൺ ആയിട്ട് കാണിച്ചിട്ടില്ല. പിന്നെ അത് ഉടനെ ഡയലോഗിലൂടെ പറയുകയാണ്. ഡയലോഗിലൂടെ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല അതിനെപ്പറ്റി, അതിന്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല അതിനകത്ത്. എന്നിട്ട് പോലും പലരും പറയുന്നത് അത് അങ്ങനെ കാണിക്കല്ലായിരുന്നു, അത് കണ്ടിട്ട് ആളുകൾ അനുകരിക്കുമെന്ന്. അതായത് സമൂഹത്തിന് തെറ്റായിട്ടുള്ളൊരു ഇതാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് ഉപയോഗിക്കാനുള്ള ഒരു പ്രേരണ കിട്ടുമെന്ന്. എനിക്ക് മനസ്സിലാവാത്തത്, നമ്മളൊരു അവയർനെസ് വീഡിയോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പോലീസ് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് സിനിമയ്ക്കകത്തെല്ലാം കാണിക്കുന്നത്. ഇപ്പൊ പോലും കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്തിടയ്ക്ക് എന്താ പറയുന്നത്, ഒരുപാട് സംഘടനകൾ, പോലീസുകാർ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും നമ്മളെ പബ്ലിക് ഏരിയാസിലെല്ലാം വന്നിട്ട് ഇത് ഉപയോഗിക്കാൻ പാടില്ല, ഇത് ഉപയോഗിച്ചാൽ ഇന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അവർ ബോധവൽക്കരണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാം, ഇതെങ്ങനെ ഇരിക്കും തോന്നും എന്ന് പറഞ്ഞിട്ട് പോകാറുണ്ട്. ഇല്ല, നമ്മൾ ഇതൊരു അവയർനെസ് വീഡിയോ ആണ്, ഇത് ഉപയോഗിച്ചാൽ ഇതുപോലുള്ള ദോഷങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അത് നമ്മൾ അതാണ് കാണിച്ചത്. പക്ഷെ അത് കണ്ടിട്ട് കുട്ടികൾ വഴി തെറ്റും, അതുകൊണ്ട് ഇത് ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. നമ്മൾ എന്ത് ചെയ്താലും കുറ്റം പറയാൻ വേണ്ടി കുറച്ച് ടീംസ് ഇങ്ങനെ ഇരിപ്പുണ്ട്. കുറച്ചധികം ടീംസ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നത് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അത് നമുക്ക്
ഒരിക്കലും എന്താ പറയുക മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത് മാറ്റി നിർത്താൻ പറ്റത്തില്ല. അത് ഒരുപാട് സന്തോഷം തരുന്നത്. ഭയങ്കരമായിട്ട് മഴ വരുന്നു, നിങ്ങൾക്ക് കണ്ടറിയാം. ഭയങ്കരമായിട്ട് മഴ വരുന്നു. കോളെന്ന് പറഞ്ഞാൽ അന്മാതിരി കോള് കയറി കിടക്കും കേട്ടോ. ഇത് കിഴക്ക പടിഞ്ഞാറ് അവിടെ കേട്ടോ. പടിഞ്ഞാറിന് കോള് ഇരുണ്ട് കയറി വരുന്നുണ്ട്. 4:20 ഈ 4:20 സമയത്തൊക്കെ ഇവിടെ വെച്ചാൽ നട്ടുച്ച വെയിലാണ്. നമുക്ക് ഇവിടെ വീഡിയോ എടുക്കാൻ പോലും പറ്റും, അമ്മാതിരി വെയിലാണ്. പക്ഷെ ഇപ്പം മഴ പെയ്യാനുള്ള ഒരു ടെൻഡൻസി എപ്പോൾ ഏത് നിമിഷം വീഴും കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സംഗതി ഇത്രയേ ഉള്ളൂ. നമ്മളതായ അവയർനെസ് വീഡിയോ ആണ്. ആ വീഡിയോയും കണ്ടിട്ട് പോയി മദ്യപിക്കണം, ലഹരി ഉപയോഗിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ അവർ ചെയ്തോട്ട്. അത് കണ്ടിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് അത് ഉപയോഗിക്കുന്ന തോന്നിയെന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വലുതായിട്ട് ഒന്നും കാണിച്ചിട്ടില്ല. അല്ല ഇനി ഒരു പക്ഷെ അങ്ങനെ അതായത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇത്രയും ഗുരുതരമായ വീഡിയോക്കകത്ത് കാണിക്കുന്നതിനെക്കാട്ടി നല്ല വൃത്തിയായിട്ടും സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. എങ്ങനെ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയൊക്കെ എടുക്കേണ്ടത്, എന്തെല്ലാം ഉണ്ടെന്നറിയാം. അതൊക്കെ കണ്ടിട്ട് പോയെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അംഗീകരിക്കാം. ഇതിനകത്തൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ആ സംഭവത്തിൽ ഇങ്ങനെയൊക്കെയാണ് ആ ഒരു കുടുംബത്തെ അങ്ങനെ ബാധിച്ചു. ഇത് ഒരുപാട് കുടുംബത്തിൽ ഇനി ഞാൻ പറയാം, ഈ ലഹരി മാത്രമല്ല മദ്യപാനം, ഇതുകൊണ്ടും ഒരുപാട് പറയാനുള്ളത് മദ്യപാനം, പുകവലി, ലഹരി ഇതെല്ലാം ശരീരത്തിന് ദോഷം തരുന്നതാണ്. ആരും നമ്മുടെ വീഡിയോസ് കാണുന്നവരായാലും മറ്റുള്ളവരായാലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക, അത്ര പറയാനുള്ളൂ. അവരുടെ ശരീരവും ആരോഗ്യവും ഭാവിയിൽ ഇങ്ങനൊരു സാഹചര്യം നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഉപയോഗിക്കാതിരിക്കുക. നമുക്കതൊരു ബുദ്ധിമുട്ട് നമ്മുടെ ഫാമിലിയും കൂടെ ആയിരിക്കും ബാധിക്കുന്നത്, അനുഭവിക്കേണ്ടി വരുന്നത്, ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ മാക്സിമം ആരും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. ഞങ്ങൾ കൊടുത്തതെന്ന് വെച്ചാൽ അതൊരു അവയർനെസ് വീഡിയോ ആണ്. അത് കണ്ടിട്ട് അങ്ങനെ ഉപയോഗിക്കാതിരിക്കുക നിങ്ങൾ ആരും, അതേ നമുക്ക് പറയാൻ പറ്റാത്തോളൂ. അല്ല അത് കണ്ടിട്ടും സമൂഹത്തിലൊക്കെ നമ്മളൊരു സബ്ജക്ട് എടുക്കുമ്പോൾ അതിനകത്ത് ചെയ്യേണ്ടത് ചിലപ്പോൾ ഉൾപ്പെടുത്തി. അല്ല നമ്മളൊരു സബ്ജക്ട് ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന, നിങ്ങൾ ഏത് സ്ക്രിപ്റ്റ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതായിട്ട്, സമൂഹമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കണക്ഷൻ ഉള്ള ഇതായിരിക്കും നമ്മൾ സ്റ്റോറി കണക്ഷൻ ഉള്ളതുമായിരിക്കും. പിന്നെ ഞങ്ങളിലുള്ളവരുമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് അങ്ങനെ ഇപ്പം പറ്റത്തുള്ളൂ, ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോകുന്നത്. അത് നമ്മൾ പുറത്തുനിന്നൊന്നും ആരും ഇല്ല, നമ്മളിപ്പോൾ കയറ്റുന്നില്ല നമ്മുടെ വീഡിയോയ്ക്ക്. അതിൽ വരുവാണെങ്കിൽ നമ്മൾ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, അതേപോലെയൊക്കെ ആവുകയാണെങ്കിൽ. ഇപ്പോഴത്തെ സാഹചര്യം ഞങ്ങളെ കൊണ്ട് പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങളായിട്ട് തന്നെ പോകുന്ന വീഡിയോസാണ് ഇത്. അപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറയാം, ഞങ്ങൾ ഇടുന്ന ഓരോ വീഡിയോസും സമൂഹത്തിന് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ നമ്മുടെ ഒരു നാട്ടിൽ ഏതെങ്കിലും ഒരു വീടുകളിലെങ്കിലും നടക്കുന്ന ഒരു കാര്യങ്ങളായിരിക്കും നമുക്കതിനെ ചിന്തിക്കുമ്പോൾ അറിയാൻ പറ്റും. ഏതെങ്കിലും ഒരു വീടുകളിൽ നടക്കുന്ന, ഇത് കാണുന്ന കേൾക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു പത്രവാർത്തയിലൂടെങ്കിലും നമ്മളത് കേട്ടിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു കാര്യമായിരിക്കും നമ്മൾ ചെയ്യുന്ന വീഡിയോസിനകത്തെല്ലാം വരുന്നത്. നമ്മളല്ലാണ്ട് വഴിതെറ്റിക്കാന്, കുട്ടികളെ വഴിതെറ്റിക്കാനോ കുട്ടികളുടെ ജീവിതം നശിപ്പിക്കാനോ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഒരു വീഡിയോ ചെയ്യത്തുമില്ല. നമ്മൾ ഒരിക്കലും വീഡിയോ ചെയ്താലും വീഡിയോക്കകത്ത് കാണുന്നുണ്ട് ആരും അനുകരിക്കാൻ നിൽക്കില്ല. ജസ്റ്റ് വീഡിയോക്കകത്ത് നമ്മൾ വീഡിയോയിൽ സത്യം പറഞ്ഞാൽ ഒന്നും കാണിച്ചിട്ടില്ല. പക്ഷെ എന്ത് വീഡിയോ കണ്ടാലും വീഡിയോക്കകത്തോടെ ഒന്നും, സിനിമ ആയാലും എന്തോ ആയാലും അത് കണ്ടൊന്നും ആരും അനുകരിക്കാതിരിക്കുക. ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. സിനിമയുടെ രീതി ചെയ്യുന്നു, വീഡിയോസ് എല്ലാവരും അത് ഓരോരുത്തരുടെ രീതി ചെയ്യുന്നു. പക്ഷെ അത് കണ്ട് മറ്റുള്ളവർ അനുകരിക്കാതിരിക്കുക, അതാണ് ഏറ്റവും വലിയൊരു തോന്നുന്നു. നമ്മൾ സ്വയം സൂക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുക, അതേ ഇതിനകത്ത് പറ്റത്തോളൂ. അത്രത്തോളം ചെയ്യുന്ന അത്രത്തോളം നല്ലത്, അവരുടെ ഫാമിലിക്ക് നല്ലത്, അടുത്ത തലമുറയ്ക്ക് നല്ലത്. അപ്പോൾ ഇതൊന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പറയണമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് കുട്ടികൾ വഴിതെറ്റും എന്ന് പറഞ്ഞപ്പം വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എല്ലാവരും കയറി കാണണം. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ പറ്റുന്നത്, ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ സപ്പോർട്ട് കിട്ടുന്നതിന്. ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരുപാട് സന്തോഷം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ.